നല്ല പോച്ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ. നല്ല പോച്ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ. വിനയവും തന്ന് വിശ്വാസവും തന്ന് വിശുദ്ധിയിലെന്നെ നടത്തേണം. സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി 1 തിമോഥെയോസ് 6:12 വായിക്കുന്നു. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. Fight the good fight of the faith. Take hold of the eternal life, to which you were called when you made your good confession in the presence of many witnesses. പൗലോസ് തിമോഥെയോസിന് വേണ്ടി എഴുതിയ ഈ വാക്കുകൾ എല്ലാ വിശ്വാസികളും നിത്യജീവനിൽ പ്രവേശിക്കുന്നതിന് ആധാരമാകുന്നു. മാനവജാതിയെ ദൈവം വിളിക്കുന്നു. എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്? യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിത്യജീവനായി എല്ലാവരെയും ദൈവം വിളിക്കുന്നു. വിളി സ്വീകരിക്കുന്നവർ യേശു കർത്താവിൽ വിശ്വസിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിക്കുന്നു. അവർ യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. റോമർ 10:10 എഴുതിയിരിക്കുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം വരുന്ന ദൈവത്തിന്റെ ദാനമാണ് നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവനാകുന്നു. പാപത്തിന്റെ സ്വാഭാവിക ഫലമായ മരണത്തിന് വിപരീതമാണ് ഈ ദാനം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇങ്ങനെ നിത്യജീവനായി വിശ്വസിക്കുന്നവരാണ് വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുതേണ്ടത്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് 3 ശക്തരായ എതിരാളികളുമായി പോരാട്ടമുണ്ടാകുന്നു. ഈ എതിരാളികളാണ് ലോകം, ജഡം, പിശാച്. ഇവരാൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. ദൈവവചനത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ലോകം, ജഡം, പിശാചിനോടും നമ്മുടെ സ്വന്തം ഇച്ഛ എന്നിവയ്ക്കെതിരെയും പോരാടുകയും ചെയ്യുന്ന ഒരു ആത്മീയ പോരാട്ടമാണിത്. അവർ നമ്മുടെ വിശ്വാസയാത്രയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അവയെ ജയിക്കുവാൻ നാം എതിർത്ത് നിൽക്കണം. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? 1 യോഹന്നാൻ 4:4 വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ലോകത്തെ ജയിക്കാൻ കഴിഞ്ഞാൽ പിശാചിനെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. യാക്കോബ് 4:7 പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പലപ്പോഴും നമ്മുടെ സ്വയത്തിലും ജഡത്തിലും പരാജയപ്പെട്ടു പോകുമോ എന്ന് തോന്നിയേക്കാം. റോമർ 13:14 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇങ്ങനെയാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. നിത്യജീവനിലെത്തുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി നിത്യജീവനിലെത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എൻ പേർക്കായി ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടുന്നു. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാ രോഗസൗഖ്യവുമുണ്ട്. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാ രോഗസൗഖ്യം